அண்ணா என்னடா ஒன் லாஸ்ட் டான்ஸ். ஓகேடா என் நெஞ்சில் குடியிருப்பே വിജയ് സിനിമയിലെ ദളപതിയിൽ നിന്ന് ജനങ്ങളുടെ നായകനിലേക്ക്. സിനിമയിൽ ഞാൻ ഒരുപാട് പേരെ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി എനിക്ക് വേണ്ടി അടികൊണ്ടവർക്ക് വേണ്ടി ജീവിക്കണം. ഈ ഒരൊറ്റ തിരിച്ചറിവിലാണ് തെന്നിന്ത്യൻ സിനിമയുടെ അൺഡിസ്പ്യൂട്ടഡ് കിങ് തന്റെ കിരീടം അഴിച്ചുവെക്കുന്നത്. നാളെ തീർപ്പിൽ തുടങ്ങി ജനനായകൻ വരെ എത്തി നിൽക്കുന്ന ആ ലെജൻഡറി കരിയർ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് നഷ്ടമാകുന്നത് അതിന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറിനെയാണ്. തുപ്പാക്കിയിലെ ആ ഐക്കോണിക് ഡയലോഗ് പോലെ വിജയ് മന്ത്രിക്കുന്നു, ഐ എം വെയിറ്റിംഗ്. പക്ഷേ ഇത്തവണ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കാനല്ല, ജനങ്ങളുടെ വിധി മാറ്റി എഴുതാനാണ്. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച ആ വേറെ ലെവൽ എനർജിയും വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം എന്നും പുലർത്തുന്ന ആ ചിരിച്ചുകൊണ്ടുള്ള ശാന്തതയും ഇനി രാഷ്ട്രീയത്തിന്റെ പടനിലങ്ങളിൽ നാം കാണും. പോക്കിരിയിലെ തന്റേടവും കത്തിയിലെ സാമൂഹിക ബോധവും മാസ്റ്ററിലെ ചടുലതയും വെള്ളിത്തിരിയിൽ നിന്ന് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് വിജയ് എന്ന തമിഴകത്തിന്റെ സ്വന്തം ദളപതി നടന്നു നീങ്ങുകയാണ്. ദിസ് ഇസ് നോട്ട് എ റിട്ടയർമെന്റ്, ഇറ്റ്സ് എ മാസീവ് ട്രാൻസ്ഫോർമേഷൻ. വെറുമൊരു എന്റർടൈനർ എന്ന നിലയിൽ നിന്ന് തമിഴകത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി വിജയ് മാറുന്ന ഈ നിമിഷം ചരിത്രമാണ്. 3 പതിറ്റാണ്ട് കാലം ഞങ്ങളെ ഹരം പൊള്ളിച്ച ആ ചിരിക്കും നൃത്തത്തിനും ഓരോ മാസ് എൻട്രിക്കും നന്ദി. ഐ ആം നോട്ട് എ ലീഡർ, ഫോളോ മീ. ഐ ആം എ ബ്രദർ, വാക്ക് വിത്ത് മീ എന്ന ദളപതി മന്ത്രം ഇനി തെരുവുകളിൽ മുഴങ്ങട്ടെ. The screen will miss you, Vijay, but the people need you more.